ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നൊരു ചെരുപ്പൊക്കെ വൃത്തിയാക്കുന്ന ഒരു ക്ലീനിങ് വീഡിയോയിലേക്കാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെൻ്റെ മുകളിലെ ചെരുപ്പാണ്. അപ്പോൾ അത് കഴുകാറൊന്നുമില്ല കേട്ടോ ആൾ. അപ്പോൾ കുറേ നാളായിട്ട് ചെളിയൊക്കെ പിടിച്ച് കരിമ്പനൊക്കെ പിടിച്ചിരിക്കുന്ന ചെരുപ്പാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബേക്കിംഗ് സോഡ നല്ല ഒരു ക്ലീനിങ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാൻ നല്ലൊരു അടിപൊളി ഇതാണ് കേട്ടോ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ പല്ല് തേക്കുന്ന കോൾഗേറ്റ് ആണ് കേട്ടോ. അത് വെള്ള കോൾഗേറ്റ് എടുക്കാം. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഒരു ലൈറ്റ് ബ്ലൂ കളറുള്ള കോൾഗേറ്റ് ആണ് കേട്ടോ. അത് കുറച്ചെടുക്കുക. പിന്നെ ഒരു അരമുറിയോളം ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഫുള്ള് ജ്യൂസൊന്നും വേണ്ട, ഒരു കുറച്ച് ജ്യൂസ് ഒഴിച്ചാൽ മതി കേട്ടോ. അതൊന്ന് മെൽറ്റാവുള്ള ജ്യൂസ് ഒഴിച്ചാൽ മതി. പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒരു സ്പൂണ് വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് പതഞ്ഞ് പൊന്തിയിട്ടൊക്കെ വരും കേട്ടോ. അപ്പോൾ നമ്മുടെ പിള്ളേരുടെ ചെരുപ്പിലൊക്കെ നന്നായിട്ട് അഴുക്കൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ വേഗം ഇത് പുരട്ടി വയ്ക്കുമ്പോൾ തന്നെ നന്നായിട്ട് നമുക്ക് മാറി കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനത് പല്ല് തേക്കുന്ന പഴയ ബ്രഷ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വെച്ചിട്ട് ഇളക്കുമ്പോൾ വേഗം മിക്സായിട്ട് കിട്ടും. ഇത് നമ്മുടെ പിള്ളേരുടെ ചെരുപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. ഈ ബ്രഷ് വെച്ചിട്ട് തന്നെ നന്നായിട്ട് തേച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കിത് ഈ ബ്രഷ് വെച്ചിട്ട് ചെരുപ്പുമേ നന്നായിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ വീട്ടിലിടുന്ന 2 വാറിൻ്റെ ചെരുപ്പാണ് കേട്ടോ. അപ്പോൾ അത് നല്ല കളറായിരുന്നു കേട്ടോ. മേടിക്കുമ്പോൾ നല്ല പീക്കോക്ക് ബ്ലൂ കളറായിരുന്നു. ഇപ്പോൾ ആകെ മങ്ങിയിട്ട് കളറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെരുപ്പാണ് കേട്ടോ മോൾക്ക് ഇത്. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് ഇതിപ്പോൾ തേച്ച് ഉരച്ച് കഴുകിയെടുത്താൽ ഇതിൻ്റെ എന്താ പറയുക, ബാർബി ഡോളിൻ്റെ ചിത്രമൊക്കെ അങ്ങോട്ട് പോവും. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്കത് ഇതിൻ്റെ ചിത്രങ്ങളൊന്നും മങ്ങാതെ നല്ല വൃത്തിയായിട്ട് നമുക്ക് ചെരുപ്പ് കിട്ടും കേട്ടോ. ഇപ്പോൾ ഞാൻ ചെരുപ്പിൻ്റെ 2 ചെരുപ്പിൽ ഞാൻ നന്നായിട്ട് തേച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു 15 മിനിറ്റോളം നമ്മൾ വെക്കുക. ഉണങ്ങിയില്ലെങ്കിൽ ഒരു അരമണിക്കൂറോളം വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഉണങ്ങണം ഇത് കേട്ടോ ഇരുന്നിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങാനായിട്ട് നമുക്കൊരു 15 അല്ലെങ്കിൽ ഒരു 30 മിനിറ്റോളം വെയിറ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഒരു 15-30 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെരുപ്പ് നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ബ്രഷിൽ ഒന്ന് ചെറുതായിട്ട് വെള്ളം നനച്ച് കൊടുത്തിട്ട് ഈ ചെരുപ്പിൽ നന്നായിട്ട് ഒന്ന് ഉരച്ച് കൊടുക്കുക കേട്ടോ. അധികം ബലമൊന്നും പ്രയോഗിക്കേണ്ട കേട്ടോ. ജസ്റ്റ് ഇതേ ഞാൻ ആ ബ്രഷ് വെച്ചിട്ടൊന്ന് ഉരയ്ക്കുമ്പോൾ തന്നെ കണ്ട നല്ല ചെളിയൊക്കെ വേഗം ഇളകി പോണ്ട് കേട്ടോ. കണ്ട നല്ല ക്ലീനായി വരുന്നുണ്ട്. ആദ്യമൊക്കെ ചെരുപ്പ് വൃത്തിയാക്കാനായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞ പിന്നെ എനിക്ക് സിമ്പിളാണ് കേട്ടോ. എൻ്റെ ആയാലും മോളുടെ ആയാലും അതുപോലെ മോളുടെ അച്ഛൻ്റെ ആയാലും ഒക്കെ ഞങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ ക്ലീൻ ചെയ്തെടുക്കാറ്. വീട്ടിലിടുന്ന ചെരുപ്പുകളൊക്കെ അതുപോലെ പുറത്തേക്ക് പോണതായാലും ചെരുപ്പൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇതിൻ്റെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തിട്ട് വേഗം വൃത്തിയാക്കി എടുക്കാം കേട്ടോ. കണ്ടോ, ഇപ്പോൾ ഇതിൽ ചെളിയൊക്കെ നന്നായിട്ട് ഇളകി വരുന്നുണ്ട് കേട്ടോ. ചെരുപ്പ് നല്ല പോലെ ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ഒരു സംഭവമാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. പിള്ളേരുടെ നമുക്കിനി ചളി പിടിച്ചിട്ട് ഇനി ഇത് ഉപയോഗിക്കാൻ പറ്റില്ല, ഇതെടുത്ത് കളയാം എന്ന് വിചാരിച്ച ചെരുപ്പുകളൊക്കെ നമുക്ക് ഇതുപോലെ വൃത്തിയാക്കിയിട്ട് അടിപൊളിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചെരുപ്പുകൾ കുറേ ഉണ്ട് വെച്ചെങ്കിൽ ഈ മിശ്രിതം കുറച്ചധികം ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ബേക്കിംഗ് സോഡയൊക്കെ കുറച്ചധികം ഇട്ടിട്ട് ഇത് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ പുരട്ടി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ ചെരുപ്പുകളും അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ട ആദ്യത്തെ ചെരുപ്പിൻ്റെ ഇപ്പോഴത്തെ ചെരുപ്പിൻ്റെ വ്യത്യാസം, ഇതിൻ്റെ അരികുവശമൊക്കെ നല്ല ചളിയും കരിമ്പനൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇത് അടിപൊളി പുത്തൻ ചെരുപ്പായിട്ട് എൻ്റെ മോള് കണ്ടിട്ട് ആകെ ഒരു സർപ്രൈസ് ആയിപ്പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക.